തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ തന്ത്രമായിരുന്നു വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര. പുതുയുഗ യാത്രയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുക, ജനങ്ങളുടെ മനസ്സിൽ ഇടിച്ചു കയറുക എന്നതായിരുന്നു ലക്ഷ്യം. ഗ്രൂപ്പിസം മറികടന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടോടെ പുതുയുഗ യാത്രയിൽ പങ്കെടുക്കണമെന്ന് സുനിൽ കനകോലു ആഹ്വാനം ചെയ്തു. പുതുയുഗ യാത്രയിൽ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ഉത്തരങ്ങൾ എല്ലാം സുനിൽ കനകോലു കൃത്യമായി പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ സുനിൽ കനകോലു വെട്ടിലായിരിക്കുകയാണ്. പുതുയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോൾ അടിയുഗ യാത്രയായി മാറി. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ആ അടിയെ പറ്റിയുള്ള, കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തല്ലിനെ പറ്റിയുള്ള വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. പാവം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടികൊണ്ട് നിലത്ത് വീഴുന്ന കാഴ്ചയും ദയനീയമായ കാഴ്ചയും കണ്ടു. മുല്ലപ്പള്ളിയെ ഒന്ന് പിടിച്ചെണീപ്പിച്ച് നിർത്താൻ പോലും കോൺഗ്രസ്സുകാർ തയ്യാറായില്ല. അങ്ങനെ പുതുയുഗ യാത്ര കുറ്റ്യാടിയിൽ വെച്ച് അടിയുഗ യാത്രയായി മാറുകയും അത് പൂർണ്ണ പരാജയമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഷാഫി പറമ്പിൽ, ഇതിന് കാരണക്കാരനായ ഷാഫി പറമ്പിൽ പറയുന്നത് ഒരു കുടുംബത്തിലെ പ്രശ്നമാണ് ഇതെന്ന്. കുടുംബത്തിലെ പ്രശ്നം ജനങ്ങൾക്ക് മുമ്പിലാണോ കാണിക്കേണ്ടത് ഷാഫി പറമ്പിലെ? സംഭവം ഇതാണ്. പുതുയുഗ യാത്രയിൽ കുറ്റ്യാടിക്ക് നൽകിയ സ്വീകരണത്തിൽ അധ്യക്ഷൻ DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു. പ്രമോദ് കക്കട്ടിൽ ഷാഫി പറമ്പിലിന് മുമ്പ് സതീശനെ വിളിച്ചു. അത് ഷാഫിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രമോദ് കക്കട്ടിലിനെ ഷാഫി തള്ളിമാറ്റി. പ്രമോദ് കക്കട്ടിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ തള്ളിമാറ്റിയപ്പോൾ, ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ തള്ളിമാറ്റിയപ്പോൾ പ്രമോദ് കക്കട്ടിലിന് അത് സഹിക്കാനായില്ല. അദ്ദേഹം ഷാഫിയെ ധിക്കരിച്ചുകൊണ്ട്, ഷാഫിയെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും മൈക്കിലെത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും ഷാഫി തള്ളിമാറ്റി. മാത്രമല്ല, സതീശൻ പ്രസംഗിച്ച ശേഷം ഒറ്റ വാക്കിൽ പ്രസംഗമൊതുക്കി ഷാഫി മടങ്ങുകയും തൻ്റെ നീരസം പൂർണ്ണമായും പ്രകടമാക്കി ഷാഫി മടങ്ങുകയും ചെയ്തു. ഇതാണ് പുതുയുഗ യാത്രയിൽ സംഭവിച്ചത്. സുനിൽ കനകോലു ഒരുപാട് ഭാവന ചെയ്ത് ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു പുതുയുഗ യാത്ര. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് വൈര്യം മറക്കാൻ പുതുയുഗ യാത്ര സഹായിക്കുമെന്ന് സുനിൽ കനകോലു വിശ്വസിച്ചു. അതിനുള്ള തന്ത്രങ്ങളും അദ്ദേഹം മെനഞ്ഞു. എന്തായാലും കുറ്റ്യാടിയിൽ വരെ പുതുയുഗ യാത്ര വിജയമായിരുന്നു. കുറ്റ്യാടിയിലെത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ തനിക്കോണം കാണിച്ചു. കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും നേതാവാകണം, എല്ലാവർക്കും ചാനലുകളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിലൂടെ സായുജ്യമണിയുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒരു കേഡർ പാർട്ടി അല്ലാത്തതിൻ്റെ എല്ലാ ഗതികേടും കുറ്റ്യാടിയിൽ നടന്ന പുതുയുഗ യാത്രയിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് നേതാക്കൾ എത്തി. മോൻസ് ജോസഫ് ഉണ്ടായിരുന്നു, ഘടകകക്ഷിയിലെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിലെ. ഇങ്ങനെ ഒരുപാട് പേർ ആ പുതുയുഗ യാത്രയിൽ എത്തി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി. കോൺഗ്രസ്സുകാർ തമ്മിലുള്ള കൂട്ടയടിയാണ് പിന്നീട് കുറ്റ്യാടിയിൽ കണ്ടത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും നിശബ്ദരായും ചിരിച്ചുകൊണ്ടും എന്താ പറയുക, അവരുടെ പ്രതികരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരുന്നു. ഇപ്പോഴും പുതുയുഗ യാത്ര അടിയുഗ യാത്രയായതിൻ്റെ ട്രോളുകൾ നിലയ്ക്കുന്നില്ല. ട്രോളുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുനിൽ കനകോലുവിന് ഇതിൽ അതൃപ്തിയുണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നേതാക്കളോട് ഒന്നും പറയേണ്ട കാര്യമില്ല. താൻ പറയുന്നത് അതേപടി അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഹൈക്കമാൻഡിനെ കാര്യം അറിയിക്കും. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പ്രയാസമാണെന്ന് സുനിൽ കനകോലുവിൻ്റെ സർവേയിൽ പറയുന്നുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വരിക എന്നുള്ളത് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ആധിപത്യം സ്ഥാപിച്ചില്ലെങ്കിൽ, തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഉള്ള 39 സീറ്റുകളിൽ ആധിപത്യം സ്ഥാപിച്ചില്ലെങ്കിൽ
വലിയ പാടാണ് UDF-ന് അധികാരത്തിൽ വരാൻ. ഇപ്പോൾ തന്നെ LDF-ന്റെ കയ്യിൽ 58 സീറ്റുണ്ട്. ആ 58 സീറ്റ് LDF-ന്റെ കയ്യിലുണ്ട്. അതിൽ അതിൽ ഒരു 20 സീറ്റും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ, നിലനിർത്തി കഴിഞ്ഞാൽ, പിടിക്കണ്ട, അവർക്ക് നിലനിർത്തിയാൽ മതി. 20 സീറ്റ് നിലനിർത്തി കഴിഞ്ഞാൽ സുഖമായി LDF-ന് വീണ്ടും അധികാരത്തിൽ വരാം. ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതല്ല ലക്ഷ്യം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. തല്ലുകൂടി ഒരു പരുവത്തിലായിരിക്കുന്നു കോൺഗ്രസ്. എന്തായാലും സുനിൽ കനകുലു അതൃപ്തനാണ് പുതുയുഗ യാത്രയിൽ. പുതുയുഗ യാത്രയിൽ കുറ്റ്യാടിയിൽ സംഭവിച്ചതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാനും അതൊരു കുടുംബകലഹമായി മാറ്റാനും ഒക്കെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അതൊന്നുമല്ല എന്ന് ജനങ്ങൾക്ക് അറിയാം. പുതുയുഗ യാത്ര അടിയുക യാത്രയായി മാറി. സുനിൽ കനകോലു വിഭാവനം ചെയ്ത വലിയൊരു മുന്നേറ്റം, വലിയൊരു ജനകീയ മുന്നേറ്റം, അതായിരുന്നു പുതുയുഗ യാത്ര. അതിൽ സുനിൽ കനകോലു വിജയിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റ്യാടിയിൽ എത്തുന്നത് വരെ BD സതീശൻ നയിച്ച പുതുയുഗ യാത്ര കുറ്റ്യാടിയിൽ എത്തുന്നത് വരെ വലിയ വിജയമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. സുനിൽ കനകുലു അതൃപ്തിയിലാണ്, അമർഷത്തിലാണ്.